Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. Hope you all are doing well. ആശ്രയവും വിശ്രമവും ദൈവത്തിലായിരിക്കുകയാണ്. We must have trust and rest in the Lord. സങ്കീർത്തനം 20:7 പഠിക്കുമ്പോൾ When we study Psalms number 20 verse number 7, some trust in chariots and some in horses, but we will remember the name of the Lord our God. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. When do you trust? നിങ്ങൾ എവിടെയാണ് ആശ്രയിക്കുന്നത്? ആമേൻ. ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണ്. We have to trust our Lord. ആമേൻ. നിങ്ങളുടെ ആശ്രയം എവിടെയാണ്? Where is your trust? ആമേൻ. നശിക്കുന്ന സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനല്ല, സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. And do not trust any human who may perish in their life, but trust in the God who is able to help you. Amen. Where is your trust? നിങ്ങളുടെ ആശ്രയം എവിടെയാണ്? ദൈവത്തിലായിരിക്കട്ടെ. We must trust our God. നമ്മുടെ ആശ്രയം പൂർണ്ണമായി കർത്താവിൽ ആകുമ്പോൾ നമുക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയും. And when we trust our God completely, we may be able to stand upright. ചിലപ്പോൾ നാം ആശ്രയിക്കുന്ന മനുഷ്യർ തന്നെ നമ്മുടെ തല കുനിയിച്ചേക്കാം. And sometimes the people whom we trust, they put our head ashamed. എത്രയോ പേരുടെ കൂടെ നിന്നവർ വിശ്വസ്തരെന്നും വിശ്വസിച്ചു ഏൽപ്പിച്ചവർ കുറെ കഴിഞ്ഞപ്പോൾ ആ ഏൽപ്പിച്ച വ്യക്തി മറ്റവരെ ആ ഓണറെ തലകുനിക്കുന്നത് പോലെ ആക്കിയ സാഹചര്യങ്ങൾ. And there are many situations of the time the owner trusted and thought that that person is faithful and hand over everything, but later on that same person whom the owner trust put the owner's head down. The strength of nations come and go. രാജ്യങ്ങളുടെ ശക്തി അത് വന്നും പോയി നിൽക്കും. Money will come and go. പണം ജീവിതത്തിൽ വന്നും പോയി നിൽക്കും. Stock markets may sometime be lost. സ്റ്റോക്ക് മാർക്കറ്റുകൾ ചില സമയം നഷ്ടത്തിലായെന്ന് വരാം. In this world nothing is guaranteed. ഈ ലോകത്തിൽ ഒന്നും തന്നെ നിലനിൽക്കുന്നതായിട്ടില്ല. എന്നാൽ യേശു കർത്താവ് മാറാത്തവൻ. But Jesus Christ is he will never change. അവൻ മറക്കാത്തവൻ. And he will never forget us. അവൻ മുടക്കാത്തവൻ. And he will not lack anything in our life. യേശുവിൽ നാം ആശ്രയിക്കുക. And trust in that Jesus. ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. There is nothing impossible to our God. അവനിൽ തന്നെ ആശ്രയിക്കൂ. Trust only in him. അവൻ അത് നിവർത്തിക്കും. And he will fulfill that. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. those who trust in the Lord, they will be like the Mount Zion. They will not be moved in the situation. ഇന്ന് കേട്ട ഈ വചനം ഈ ജനത്തിന്മേൽ ഹീലിംഗ് ആയി മാറട്ടെ. Today this message, when they are hearing this, let mighty healing take place upon their life. അത്ഭുതമായി സംഭവിക്കട്ടെ. Let miracles happen over their life. ഈ ജനത്തെ ഹീൽ ചെയ്യണം. Lord, heal these children of God. വാതിലുകൾ തുറക്കണമേ. God, open doors. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. Let the sickness be healed. യേശുവിൻ നാമത്തിൽ. In the name of Jesus we pray. Amen. Amen. God bless you. Love you. ദൈവത്തിൽ തന്നെ ആശ്രയിക്കൂ. അവൻ അത് നിവർത്തീകരിക്കുന്ന ദൈവമാണ്. Trust only in the Lord and he will fulfill your desires. ഡിസംബർ മാസം 20 മുതൽ 25 വരെ ഒരു സ്പെഷ്യൽ കോൺഫറൻസ് ഇവിടെ നടക്കും. And December 20 to 25 a special conference is happening here in this Malay. അത് ഫാമിലികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോൺഫറൻസ് ആണ്. And especially that conference is for families. That one very important. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങളായി ഫാമിലിക്കകത്ത് പല വിഷയങ്ങളിലും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരുന്ന മീറ്റിംഗ് ആണ്. And this meeting is a meeting there are families struggling for many years and God is going to restore joy in your families. അതൊരു 21 days ഫാസ്റ്റിംഗിന് ഇടയിൽ വെച്ചിരിക്കുന്ന മീറ്റിംഗ് ആണ്. And that meeting is happening in the midst of 21 days fasting. നിങ്ങൾ മറക്കരുത്. You do not forget. വർഷങ്ങളായി പഴക്കമുള്ള ചില സബ്ജക്റ്റുകൾ വിടുതലില്ലാതെ ദൈവം വിടുവിക്കാൻ പോകും. And you may be struggling for many years in some things, but God is going to deliver you out of that. ആമേൻ. വളരെ കുറച്ച് ഫാമിലികളെ മാത്രമേ എടുക്കുകയുള്ളൂ. And we will only take few families. കാരണം അവരുമായിട്ട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം,
ആമേൻ, അതിനുവേണ്ടിയാണ് അങ്ങനെ കുറച്ചു പേരെ എടുക്കുന്നത്. Because we need to spend time with that family, we need to talk them personally, and we need to pray for them personally. That's the reason we are taking only few families. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.